ഈ പരീക്ഷാ പേപ്പർ കാണാതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ലൈക്ക് ഒന്നാമത്തെ കാര്യം, ഒരു എക്സാം പഠിച്ചെഴുതി കഴിഞ്ഞ എക്സാമാണ്, കഷ്ടപ്പെട്ട് പഠിച്ചെഴുതി കഴിഞ്ഞ എക്സാമാണ്. ഇത്രയും നാൾക്ക് ശേഷം വീണ്ടും ആ എക്സാം തന്നെ വീണ്ടും പഠിച്ചെഴുതുക, അത് നമ്മുടേതല്ലാത്ത ഭാഗത്ത് തെറ്റ് കാരണം, ഏതൊരു അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് മിസ്സായ പേപ്പറിൻ്റെ തെറ്റ് കാരണം നമ്മൾ വീണ്ടും അത് തന്നെ കഷ്ടപ്പെട്ട് പരീക്ഷ വീണ്ടും പോയി എഴുതണമെന്നുള്ളത് ആ ലോജിക്ക് മനസ്സിലാവുന്നില്ല. അത് ഇത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇത്രയും ഷോർട്ട് നോട്ടീസ് ഒരു എക്സാം, അതും ഒട്ടും പ്രാക്ടിക്കലുള്ള കാര്യമല്ല. ലൈക്ക് നമ്മുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാടത്ത് അല്ലാതെ ജോലി ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഇവർക്കൊക്കെ പെട്ടെന്നൊരു ദിവസം പെട്ടെന്ന് ഒരു എക്സാം എന്ന് പറഞ്ഞ് തിരിച്ചു കയറി വരാൻ സാധ്യമല്ല ആർക്കും. പിന്നെ ഇത്രയും വലിയ യൂണിവേഴ്സിറ്റി, ഇത്രയും വലിയ അക്രഡിറ്റേഷനും കാര്യങ്ങളും കിട്ടിയ യൂണിവേഴ്സിറ്റിയിലെ പേപ്പേഴ്സ് ഇങ്ങനെ ഇത്രയും ലാഘവത്തോടെയാണോ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ ചോദ്യം. ഇന്നിപ്പോൾ ഈ ഒരു പേപ്പർ പോയി, ഇപ്പോൾ ഈ ഒരു എക്സാം നമ്മൾ എഴുതിയെന്ന് തന്നെ വെച്ചോ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വീണ്ടും ഒരു മെയിൽ വരുന്നു, ഈ ഒരു എക്സാം കൂടെ സ്പെഷ്യൽ എക്സാം നടത്തണം, അത് വന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സ്റ്റുഡൻസിന് എന്ത് പറയാൻ പറ്റും? അതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. അതാണ് നാളെ ഇതുപോലെ നടക്കില്ല എന്നെന്താണ് ഉറപ്പ്? ഓൾറെഡി നമ്മുടെ ബാച്ചിലെ എക്സാംസും വാല്യുവേഷനും റിസൾട്ടും എല്ലാം ഭയങ്കര ലാഗായിരുന്നു. 2 വർഷം കൊണ്ട് പഠിക്കേണ്ട MBA 2.5 വർഷം 3 വർഷം ആയി നമ്മൾ പുറകെ നടന്നു. വൈവയൊക്കെ ആക്ച്വലി ക്ലാസ് കഴിഞ്ഞ് 2.5 വർഷത്തിന് ശേഷം വൈവ തീർന്നത്. ലാസ്റ്റ് എക്സാം വൈവയായിരുന്നു, വൈവയും കഴിഞ്ഞത്. ഒരുപാട് നമ്മളൊരു ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ ആയപ്പോൾ ഒട്ടും പറ്റാത്തൊരവസ്ഥയിലാണ്. ഈ പരീക്ഷാ പേപ്പർ കാണാതെ പോയി എന്നുള്ള അറിഞ്ഞതിന് ശേഷം കോളേജിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് എന്തായിരുന്നു? നിങ്ങളെ കോളേജ് എന്താണ് അറിയിച്ചത്? ആക്ച്വലി കോളേജൊന്നും അറിയിച്ചിട്ടില്ല. കോളേജിനെ വിളിച്ചപ്പോൾ നമുക്കാണ് ആദ്യം മെയിൽ വന്നത്, കോളേജിന് മെയിൽ പോയിട്ടില്ലായിരുന്നു. സ്റ്റുഡൻസിനാണ് ആദ്യം മെയിൽ പോയത്. സ്റ്റുഡൻസ് കോളേജിനാണെങ്കിൽ കോളേജ് അവർക്ക് ഇതൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്റ്റുഡൻസ് കുറച്ച് പേര് ഇപ്പോൾ യൂണിവേഴ്സിറ്റി പോയി അന്വേഷിച്ചപ്പോഴാണ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പേപ്പർ മിസ്സായതായിട്ട് അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എക്സാം എഴുതുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എക്സാം എഴുതുന്നത് വെച്ചപ്പോൾ നിങ്ങളെന്നെ ഫീസൊന്നും വാങ്ങിക്കുന്നില്ല, പിന്നെ എക്സാം എഴുതി എന്താ കുഴപ്പം എന്നുള്ള മട്ടിലാണ് അവിടെ നിന്ന് റിപ്ലൈ വന്നത്. വീണ്ടും നമ്മൾ ഫ്രീക്വൻ്റായിട്ട് യൂണിവേഴ്സിറ്റി കോൺടാക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, റെസ്പോൺസ് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അങ്ങനെയാണ് പിന്നെ ഇതൊരു ഇഷ്യൂ ആക്കണം, ഇത് പുറത്തറിയണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി പോയപ്പോഴത്തേക്കും ഫീസ് അടയ്ക്കേണ്ടതില്ലല്ലോ, ഒന്നും കൂടി എക്സാം എഴുതിയാൽ പോരെ എന്നുള്ള മറുപടിയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു? അവരിതൊരു സീരിയസ് അല്ലാതെ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന പോലെ തോന്നിയത്. അവർക്ക് ഇതൊരു ചെറിയ ലാഘവമായൊരു നിസ്സാര കാര്യം പോലെയാണ് ഇത് കാണുന്നത്. അതും ഇതിപ്പോൾ 1 വർഷത്തോളമായി എക്സാം നടത്തിയിട്ട്, അത് പഠിച്ച് തുടങ്ങിയത് അതിനേക്കാളും ഒരു 6 മാസം അല്ലെങ്കിൽ 4 മാസം മുന്നെയാണ്. അപ്പോൾ എന്നാലും 1 വർഷത്തിന് പുറത്തായി നമ്മൾ ഈ വിഷയം പഠിച്ചു തുടങ്ങി എക്സാം വഴി കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് വന്ന് ഒന്നേന്ന് പഠിച്ചെടുക്കുന്ന വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം ഇപ്പോൾ ഞാനിപ്പോൾ ഫിനാൻസ് എടുത്ത എനിക്ക് ഈ പേപ്പർ ഉള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറെ 2 വിഷയം കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 വിഷയം ഒരുമിച്ച് പഠിച്ചു പോകുമ്പോൾ അതിൻ്റെ എളുപ്പമാണ്. നമ്മൾ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങളാണെങ്കിൽ ഈ ബാക്കി 2 സബ്ജക്റ്റും കൂടെ പഠിച്ചു പോകുമ്പോൾ ഇത് എഴുതാൻ എളുപ്പമാണ്. ഇത് ഫുൾ തിയറി പേപ്പറാണ്. അത് ഈ ജോലിയുടെ ഇടയിൽ, ഈ തിരക്കിൻ്റെ ഇടയിൽ വീണ്ടും വന്ന് ഇത്രയും കാലയളവിന് ശേഷം വീണ്ടും വന്ന് എഴുതാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ നാളെ ഇപ്പോൾ വീണ്ടും അടുത്ത പേപ്പർ കാണാനില്ല എന്നൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ, അല്ലെങ്കിൽ ഒരു മെയിൽ വന്നാൽ, നാളെ രാവിലെ മെയിൽ വരെയാണ് അടുത്ത എക്സാം വീണ്ടും ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിലിപ്പോൾ എന്താ അർത്ഥമാണുള്ളത്? യൂണിവേഴ്സിറ്റിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തതല്ലേ കാണിക്കുന്നത്? ഇതിപ്പോൾ ഒരു പരീക്ഷാ പേപ്പറാണ് ഇങ്ങനെ ഇത്രയധികം കുട്ടികളുടെ കാണാതെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം ഷോക്കിംഗ് ആയിട്ടുണ്ടാവും. ഈ അധ്യാപന ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കോളേജിൻ്റെ ഭാഗത്തുനിന്നോ പിന്നീട് എന്തെങ്കിലും ഒരു അറിയിപ്പ് ഇങ്ങനെ സംഭവിച്ചു പോയി, നമുക്കിത് ഇങ്ങനെ പരിഹരിക്കാൻ പറ്റും, ആകെ പരിഹരിക്കാൻ പറ്റുന്ന മാർഗ്ഗം എന്ന് പറയുന്നത് വീണ്ടും പരീക്ഷ എഴുതുന്നത് മാത്രമാണ്, അതല്ലാതെ എന്തെങ്കിലും ഒരു ഇടപെടൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റി പോയാലും കോളേജിൽ പോയാലും അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവർ രണ്ടുപേരും നമ്മുടെ റൂമേഴ്സ് ഒന്നും പറയത്തില്ല. നമ്മളിപ്പോൾ മിസ്സായിരുന്ന റൂമർ വന്നാൽ, വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടെ വരുന്ന റൂമർ വന്നാൽ അവർ പറയും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നമുക്ക് അറിയത്തില്ല, അത് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല എന്നേ പറയത്തുള്ളൂ. പിന്നെ വീണ്ടും എക്സാം എഴുതിക്കാന്നുള്ളത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഇറസ്പോൺസിബിലിറ്റി അവിടെ നമ്മൾ അപ്രൂവ് ചെയ്യുന്ന പോലെ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആവറേജ് മാർക്കെങ്കിലും തന്ന് പാസ്സാക്കി വിടണമെങ്കിൽ അവർക്കും നമുക്കും അത് ഒരു എളുപ്പമായിരുന്നു. കാര്യം ആവറേജ് മാർക്ക് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഇപ്പം 7 വിഷയമുണ്ട്, നമുക്ക് എല്ലാം കൂടി ചേർത്ത് 9 വിഷയമുണ്ട്, നമ്മളൊരു ഇൻറ്റേൺഷിപ്പും കൂടി ചേർത്തിട്ടാണെങ്കിൽ. അപ്പോൾ ഈ ഒരു വിഷയം കൂട്ടാതെ ബാക്കി 7 വിഷയത്തിൻ്റെയെങ്കിൽ ആവറേജ് മാർക്ക് എടുത്താൽ കുട്ടിയുടെ നിലവാരം അനുസരിച്ചല്ലേ കുട്ടിക്ക് ബാക്കിയുള്ള മാർക്കുകൾ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ആവറേജ് മാർക്ക് കൊടുത്ത് പാസ്സാക്കി വിടുക എന്നുള്ളതാണ്. ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു അഭിപ്രായം എന്താ? ബാക്കിയുള്ളവർ സംസാരിച്ചിരുന്നോ നിങ്ങൾ? തീർച്ചയായിട്ടും ആ മെസ്സേജ് ഞാനാണ് ആദ്യമായിട്ട് ഇപ്പം സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിലൊക്കെ ഇടുന്നത്. ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, രാവിലെ മെയിൽ വന്നു. ഞാൻ ആ മെയിൽ കണ്ടപ്പോൾ വിചാരിച്ചത് ഏതെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്തതിൻ്റെ ടെസ്റ്റ് തന്നെ ആയിരിക്കും, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇത് വരുന്നത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മൾ തലേന്നും കൂടെ ഇങ്ങനെ സംസാരിച്ചിട്ട് അത് വരത്തില്ലായിരിക്കും, റൂമർ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഒഴിയായിരുന്നു. റിസൾട്ട് വരാറായി എന്നൊക്കെ പറയുന്നുണ്ട്, റിസൾട്ട്. അപ്പോൾ ഈ റിസൾട്ട് വരാറായ സാഹചര്യത്തിൽ വന്ന് പേപ്പർ കാണാനില്ല എന്ന് പറയുന്നത്, അതപ്പോൾ എന്ത് നേരത്തെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് മറച്ചു വെച്ചിട്ട് ലാസ്റ്റ് ഇത് ഷോർട്ട് നോട്ടീസിൽ എക്സാം ഇടുമ്പോൾ നമ്മൾ ഹെൽപ്ലെസ് ആയി പോകും. കാര്യം ലീഗലി ആയിരുന്നാലും വേറൊരു രീതി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന സമയമില്ല. കാര്യം ഇപ്പോൾ 7-ാം തീയതി ഇപ്പോൾ എക്സാം വന്നേക്കാണ്, മാറ്റി വെച്ചില്ലെങ്കിൽ തന്നെ. അപ്പോൾ അത് നല്ലൊരു പാനിക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളുടെ ഇടയിൽ. കാര്യം അവർക്ക് ലീവ് കിട്ടത്തില്ല, പുറത്ത് പോയ ആൾക്കാരുണ്ട്.
അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പം എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? സ്റ്റെപ്പ് ഇപ്പം നമ്മുടെ ഇവർ യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, യൂണിവേഴ്സിറ്റി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് അവരുടെ റെസ്പോൺസ് നോക്കിയിട്ട് ബാക്കി നോക്കാം. അറിഞ്ഞൂടാ, സ്റ്റുഡൻസായിട്ട് നമുക്ക് കൺഫ്യൂഷനാണ്. നമുക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ലൈഫിൻ്റെ ഭാഗമാണ്. കേവലം 71 പേപ്പറല്ല, അത് 71 ആൻസർ ഷീറ്റില്ല, 71 പിള്ളേരുടെ ജീവിതമാണ്. എന്തൊക്കെ പ്രതീക്ഷയോടുകൂടിയായിരിക്കും അവർ ആ എക്സാം എഴുതി കഴിഞ്ഞ് MBA കഴിഞ്ഞ് ഒരു ജോലിക്ക് കയറിക്കാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളെ പേപ്പർ കാണാനില്ല എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം സ്റ്റുഡൻസിൻ്റെ ഭാഗത്തും കൂടെ യൂണിവേഴ്സിറ്റി ചിന്തിക്കണം. വീണ്ടും ഒരു എക്സാം ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. എഴുതേണ്ടി വന്നാൽ വേറെ നിർവാഹം ഇല്ലെങ്കിൽ എഴുതേണ്ടി ചെയ്യണം, വേറെ എന്ത് ചെയ്യാൻ പറ്റും? പച്ചക്കറി കടയിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് കവറിലിട്ട് പോകുന്ന പോലെ കുട്ടികളുടെ പരീക്ഷാ പേപ്പർ എടുത്ത അധ്യാപകൻ പോയി എന്നുള്ളതാണല്ലേ? ആവാം, നമുക്കറിയാം. ഇപ്പോൾ ആരാണ് ഈ പേപ്പർ കൊണ്ടുപോയത്, എന്താണ് പേപ്പർ കൊണ്ടുപോയത് നമുക്കറിയാം. യൂണിവേഴ്സിറ്റിയാണ് കറക്ഷൻ കൊടുക്കുന്നത്. ഒരു സ്റ്റുഡൻസിൻ്റെ ആൻസർ ഷീറ്റ് കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് കൂടെ കെയർഫുൾ ആയിരിക്കണം. അത് അൺഫോർച്ചുനേറ്റാണ്, നല്ല വിഷമമുണ്ട്. എന്ത് ചെയ്യണമെന്ന് സ്റ്റുഡൻസ് കൺഫ്യൂസ്ഡാണ്. ഈ 71 പേപ്പർ പോയ 71 സ്റ്റുഡൻസും കൺഫ്യൂസ്ഡാണ്. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഇവിടെ ഇപ്പം യൂണിവേഴ്സിറ്റിയുടെ യോഗം കഴിയട്ടെ, എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ കോളേജായിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കാമെന്ന് പറയുന്നത്. ടോട്ടലി കൺഫ്യൂഷനാണ്. കൺഫ്യൂഷന് അപ്പുറത്തേക്ക് ഒരു ആശങ്കയുമുണ്ട്. ഇനി എന്താണ് ഫ്യൂച്ചർ എന്നതിനെ കുറിച്ച് ഓർത്തല്ലേ? തീർച്ചയായിട്ടും. കാരണം നമുക്കിനി S4ൻ്റെ പേപ്പർ വരാനുണ്ട്. അപ്പോൾ ഇനി S4ൻ്റെ എല്ലാ പേപ്പർ യൂണിവേഴ്സിറ്റി ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? അപ്പോൾ ഇനി റിസൾട്ട് വരാറാകുമ്പോഴേ അതിൻ്റെ കാര്യം തീരുമാനമാകത്തുള്ളൂ. അപ്പോൾ നമുക്കിനി വീണ്ടും ഡിലേ ആവുന്നതനുസരിച്ച് കിട്ടിയ ജോലികളും പൊക്കോണ്ടിരിക്കുകയാണ്, വേറെ ജോലി കിട്ടുന്നുമില്ല. ആ ഒരവസ്ഥയിൽ പോവും. അതാണ് ഇപ്പോൾ മെയിൻ കാര്യം. നമ്മളെ ജോലിക്ക് ഫ്യൂച്ചറിന് ഇത് ഭയങ്കര കുഴപ്പമാണ് ഇങ്ങനെ വരുന്നത്.